ഉണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ആദ്യം പണി കഴിപ്പിച്ച കപ്പൽ ഏത്? ആർക്കെങ്കിലും വല്ല പിടുത്തമുണ്ടോ? ഇല്ല. റാണി പത്മിനി എന്ന് പറയുന്ന പഴയകാല സിനിമാ നടിയുടെ പേരാണ് റാണി പത്മിനി. അപ്പൊ റാണി പത്മിനി അവിടെ നിന്ന് ആദ്യമായി പണി കഴിപ്പിച്ചിറക്കുന്നു. അതിനുശേഷം ഇന്ത്യയുടെ നിരവധി യുദ്ധക്കപ്പലുകൾ അവിടെ നിന്ന് പണി കഴിപ്പിച്ചിറക്കുകയുണ്ടായി. INS വിക്രാന്ത്, കൈരളി, അങ്ങനെ നിരവധി യുദ്ധക്കപ്പലുകൾ നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഒരുപാട് സാങ്കേതിക മികവുകളുള്ള കപ്പലുകളാണ്. അപ്പോ അതൊക്കെ പണി കഴിപ്പിച്ചിറക്കിയത് നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ്. അതുപോലെ നമ്മൾ അവിടെ ഒരു പാലം കാണാം. ആ പാലം തേവര എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നും വെല്ലിംഗ്ടൺ ഐലൻഡിലേക്ക് പോകുന്ന പാലമാണ്. അപ്പോ ഈ വെല്ലിംഗ്ടൺ ഐലൻഡ് എന്ന് പറയുന്ന ഈ പ്രദേശം ഒരു മനുഷ്യനിർമ്മിതമായ പ്രദേശമാണ്. ഒരു മനുഷ്യൻ നിർമ്മിച്ച ഒരു പ്രദേശമാണ്. 1935 ഇത് നിർമ്മാണം തുടങ്ങുന്നത്. ഈ വെമ്പനാട്ട് കായലിലെ ചെളിയും എക്കലുമെല്ലാം അന്ന് മദ്രാസ് ഗവർണറായിരുന്ന ലോർഡ് വെല്ലിംഗ്ടൺ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരൻ, അത് ഒരു പ്രഗത്ഭനായ എഞ്ചിനീയറെ നമ്മുടെ കൊച്ചിയിൽ കൊണ്ടുവന്നിട്ട് അദ്ദേഹം സർ റോബർട്ട് ബ്രിസ്റ്റോ അദ്ദേഹം സ്കോട്ട്ലാൻഡിൽ നിന്നും 2 മണ്ണുമാന്തി കപ്പൽ കൊണ്ടുവന്ന് ഈ വെമ്പനാട്ട് കായലിൽ നിന്നും ചെളിയും എക്കലും മണലുമെല്ലാം വാരിയിട്ടുകൊണ്ട് നിർമ്മിച്ച ഒരു ദ്വീപാണ് നമ്മൾ ഈ കാണുന്ന വെല്ലിംഗ്ടൺ ഐലൻഡ്. നമുക്കിപ്പോ നെടുമ്പാശ്ശേരിയിൽ വിമാനത്താവളം വന്നു. അതാണിന്ന് നമ്മുടെ കൊച്ചിൻ വിമാനത്താവളം. ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളം വരുന്നതിന് മുമ്പ് ആദ്യത്തെ വിമാനത്താവളം നമ്മുടെ ഈ വെല്ലിംഗ്ടൺ ഐലൻഡിലാണ്. അത് നെടുമ്പാശ്ശേരി വിമാനത്താവളം വന്നപ്പോ നമ്മുടെ ഇന്ത്യൻ നേവിക്ക് അത് വിട്ടുകൊടുത്തു. അതുപോലെ തന്നെ കൊച്ചിയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ, അതായത് നമ്മുടെ ഇപ്പോ നോർത്തിലും സൗത്തിലുമായിട്ട് 2 റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അത് വരുന്നതിന് മുമ്പ് കൊച്ചിൻ റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ വെല്ലിംഗ്ടൺ ഐലൻഡിലാണ്. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ ആണ്. അപ്പൊ നമുക്ക് അവിടെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് 2-3 ആഴ്ചയായിട്ട് 5 കപ്പലുകൾ ഇവിടെ വന്നു എന്നുള്ളതാണ്. അപ്പോൾ വലിയ വലിയ ആഡംബര കപ്പലുകളാണ് ക്രൂയിസ്. അതുപോലെ തന്നെ മില്ലേനിയം സെലിബ്രിറ്റി ക്രൂയിസ്, അതുപോലെ റോയൽ കരീബിയൻ അമേരിക്കൻ കമ്പനിയാണ്. ആന്തം ഓഫ് ദ സീസ്, അതുപോലെ വേൾഡ് ഒഡീസി ഒരു യൂറോപ്യൻ കപ്പലാണ്. അതുപോലെ മാൾട്ടയിൽ നിന്ന് 2 കപ്പലുകൾ വന്നു. അങ്ങനെ നിരവധി ടൂറിസത്തിന്റെ ഭാഗമായിട്ട് നിരവധി കപ്പലുകൾ നമ്മുടെ തുറമുഖത്ത് വരുന്നുണ്ട്. ഇനി ഡിസംബർ മാസമാണ്. ഒത്തിരി കപ്പലുകൾ ഈ പ്രദേശത്ത് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ നമ്മൾ അവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു കപ്പൽ കാണാം. ഒരു ബ്ലൂ കളറും വൈറ്റ് കളറും കിടക്കുന്ന ഒരു കപ്പല്. അത് ലക്ഷദ്വീപിലേക്ക് പോകുന്ന ഒരു കപ്പലാണ്. ലക്ഷദ്വീപിലേക്ക് നമ്മുടെ കൊച്ചിയിൽ നിന്ന് 5 കപ്പലുകളാണുള്ളത്. 5 കപ്പലുകളില് അറേബ്യൻ സീ, ലക്ഷദ്വീപ് സീ, കവരത്തി, അതുപോലെ തന്നെ മിനിക്കോയ്, MV ലഗൂൺസ്, അങ്ങനെ 5 കപ്പലുകൾ നമ്മുടെ ലക്ഷദ്വീപിലേക്ക് കൊച്ചിയിൽ നിന്ന് പോകുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് ലക്ഷദ്വീപിലേക്ക്. അതുപോലെ മുളവുകാട് എന്ന് പറഞ്ഞാൽ ഗോൾഗാട്ടി പാലസ് ഉള്ള ഒരു പ്രദേശമാണ്. അതുപോലെ തന്നെ വൈപ്പിൻ എന്ന് പറഞ്ഞാൽ ടൂറിസം പ്ലേസ് ആണ്, മത്സ്യമേഖലയാണ്. ചെറായി ബീച്ച്, 3 ബീച്ചുകളുള്ള ഒരു പ്രദേശം കൂടിയാണ് വൈപ്പിൻ. അപ്പോ ഈ 2003 മുമ്പ് ഈ പാലങ്ങളൊക്കെ വരുന്നതിന് മുൻപ് ഒരുപാട് സമരങ്ങളൊക്കെ നടന്നിരുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ ദ്വീപ്. കാരണം കുടിവെള്ളത്തിന്, അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകണമെങ്കിൽ അന്ന് അവിടെ ഒരു റോഡിന്റെ സഹായം വേണം, അല്ലെങ്കിൽ ഒരു വെള്ളത്തിന്റെ സഹായം വേണം. അങ്ങനെയുള്ള ആ കാലഘട്ടത്തില് അവിടുത്തെ ലാൻഡ് വാല്യൂ എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിനൊക്കെയാണ് ഒരു 30,000-50,000 രൂപയൊക്കെ കൊടുത്താൽ നമുക്ക് കിട്ടുമായിരുന്ന സ്ഥലങ്ങള് ഈ പാലം വന്നതിന് ശേഷം ഹൈ ലെവലിലേക്ക് ലാൻഡ് വാല്യൂ ഉയർന്നു എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ അവിടെ ഒരു സെന്റ് സ്ഥലം വാങ്ങണമെങ്കിൽ ചുരുങ്ങിയത് 35 ലക്ഷം രൂപ കൊടുക്കണം. അത്രയും ഹൈ ലെവലിലേക്ക് നമ്മുടെ വല്ലാർപാടൊക്കെ വളർന്നു എന്നുള്ളതാണ്. കാലം ചിലത് മാച്ചു കളയുമെന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ഗോശ്രീ പാലങ്ങള് അവിടുത്തെ ചില കാഴ്ചകൾ മാച്ചു കളഞ്ഞു എന്നുള്ളത്. അപ്പൊ നമ്മുടെ ആ പാലം ചെന്ന് കയറുന്ന ഭാഗത്ത് കുറേ മരങ്ങളുണ്ട്. അതിന്റെ ഉള്ളിലായിട്ട് ഒരു ദ്വീപ്, രാമന്തുരുത്ത് എന്നാണ് അതിനെ പറയുന്നത്. രാമന്തുരത്തിനെ കുറിച്ച് പറയുമ്പോൾ ആസ്പിൻ മാൾ എന്ന് പറയുന്ന ബ്രിട്ടീഷ് കമ്പനി അവര് ഒരു ഗോഡൌൺ പണിയുന്നതിന് വേണ്ടി നിർമ്മിച്ചതാണ് ഈ പറയുന്ന രാമന്തുരത്ത്. അവരത് ഈ ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് ഉപേക്ഷിച്ച് പോയപ്പോ അതവിടെ ഒരു 5 വീട്ടുകാർ അവിടെ താമസം തുടങ്ങി. അങ്ങനെ കേരളത്തിലെ ഏറ്റവും ചെറിയ ഒരു പോളിംഗ് സ്റ്റേഷനായിട്ട് അത് മാറി. 19 വോട്ടർമാരുള്ള ഒരു പോളിംഗ് സ്റ്റേഷനാണ് ആദ്യകാലത്ത് രാമന്തുരത്തെങ്കില്. ഇന്ന് അവിടെ 2 വീട്ടുകാരും 9 വോട്ടർമാരുമാണ്
കൂടുതലായിട്ടുള്ളത്. കപ്പലുകളാണ് ഇവിടെ വരുന്നത്. കണ്ടെയ്നറുമായിട്ട് വരുന്ന വലിയ മദർഷിപ്പുകൾ വരാറുണ്ട്. ചെറിയ കപ്പൽ എന്ന് പറഞ്ഞാൽ ഒരു 2000-നും 3000-നും ഇടയിൽ കണ്ടെയ്നർ കയറ്റുന്ന കപ്പലുകളാണ് ചെറിയ കപ്പലുകൾ. മദർഷിപ്പ് എന്ന് പറഞ്ഞാൽ 10,000-നും 50,000-നും ഇടയിൽ കണ്ടെയ്നറുകൾ കയറ്റുന്ന വലിയ വലിയ മദർഷിപ്പുകൾ ഇവിടെ വരാറുണ്ട്. അപ്പോൾ വലിയ മദർഷിപ്പ് എന്ന് പറയുമ്പോൾ ഈ പ്രദേശത്തിന് എത്രത്തോളം ആഴമുണ്ടെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. നല്ല ആഴമുള്ള പ്രദേശമാണിത്. അതുപോലെ എല്ലാവരും ഒന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്കും. പല കാര്യങ്ങളും തുടക്കം കുറിച്ചത് മട്ടാഞ്ചേരിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ടാറിട്ട റോഡ് അത് മട്ടാഞ്ചേരിയാണ്. ആദ്യത്തെ ആശുപത്രി മട്ടാഞ്ചേരിയാണ്. ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ മട്ടാഞ്ചേരിയാണ്. ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മട്ടാഞ്ചേരി, ആദ്യത്തെ സ്ത്രീകളുടെ സ്കൂൾ മട്ടാഞ്ചേരി. അങ്ങനെ പല കാര്യങ്ങളും തുടക്കം കുറിച്ചത് നമ്മുടെ മട്ടാഞ്ചേരിയിലാണ്. അതുപോലെ പൈതൃക മേഖലയാണ്. അവിടുത്തെ ഓരോ കെട്ടിടവും നമുക്ക് കാണുമ്പോൾ അറിയാം ഒരു 200 വർഷമെങ്കിലും ചുരുക്കം പഴക്കമുള്ള കെട്ടിടങ്ങളാണ് അവിടെയുള്ളത്. നമ്മുടെ കസ്റ്റംസിന്റെ ഓഫീസ് കാണാം, ചെറിയ ബോട്ടുകൾ കിടക്കുന്ന ആ കസ്റ്റംസിന്റെ ഓഫീസ് വരെ ഒരു പഴയകാല കെട്ടിടത്തിലാണ് വർക്ക് ചെയ്യുന്നത്. കൂടാതെ സിനഗോഗ് എന്ന് പറയുന്ന ജൂത പള്ളി, അതായത് കറുത്ത ജൂതരുടെയും വെളുത്ത ജൂതരുടെയും പള്ളികൾ നമ്മുടെ മട്ടാഞ്ചേരിയിലുണ്ട്. അതുപോലെ തന്നെ വാസ്കോഡ് ഗാമ ആദ്യമായി കപ്പലിറങ്ങിയത് കോഴിക്കോട് കാപ്പാടാണ്. അവിടെ വന്നു, അദ്ദേഹം തിരിച്ചുപോയി. മൂന്നാമതും വന്നത് നമ്മുടെ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരിയിലാണ്. മൂന്നാമത് വന്നപ്പോ അദ്ദേഹം ഇവിടെ വെച്ച് മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ ശവകുടീരമുള്ളത് ഫോർട്ട് കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ്കോ ചർച്ചിലാണ്. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ ചെറുമകൻ ഇവിടെ വന്നു ഭൗതിക ശരീരം യൂറോപ്പിലേക്ക് കൊണ്ടുപോയെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നിരവധി സിനിമകൾക്കൊക്കെ ലൊക്കേഷൻ ആയിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ് മട്ടാഞ്ചേരി. ആ കാണുന്ന ഒരു ഹോട്ടലാണത് സീഗിൾ എന്ന് പറയുന്ന ഒരുപാട് പഴക്കമുള്ള ഒരു പേര് കേട്ട ഹോട്ടലാണ് സീഗിൾ. ഒരുപാട് സിനിമകളിലൊക്കെ വന്നു പോയിട്ടുള്ള ഒരു ഹോട്ടൽ കൂടിയാണ്. അതുപോലെ മമ്മൂക്കയുടെ ബിഗ് ബി എന്ന് പറയുന്ന പടം, അതുപോലെ ലാലേട്ടന്റെ ഛോട്ടാ മുംബൈ, നിവിൻ പോളിയുടെ പ്രേമം എന്ന് പറയുന്ന സിനിമയിൽ ഒരു പാട്ടുണ്ട്, അവള് വേണ്ട ഇവള് വേണ്ട. ആ പാട്ടൊക്കെ ചിത്രീകരിച്ച ഒരു പ്രദേശം കൂടിയാണത്. പുള്ളിയുടെ ആ ഒരു കേക്ക് ഷോപ്പൊക്കെ ഇതിന്റെ തൊട്ട് ഫ്രണ്ടിലാണ്. അതുപോലെ നമ്മൾ മലയാളിക്ക് ഒരു പ്രത്യേകതയുള്ളത്, നമ്മളൊരു ടൂർ പ്ലാൻ ചെയ്ത് കൊച്ചിയിലേക്ക് വരുമ്പോൾ നമ്മൾ പോകുന്നത് നമ്മൾ ആ കാണുന്ന കൊച്ചിയിലാണ്, പുതിയ കൊച്ചിയിലാണ്. അവിടെ ലുലു മാളിലൊന്ന് പോകും, മെട്രോയിലൊന്ന് പഠിക്കാൻ വരുന്നത് നമ്മുടെ മട്ടാഞ്ചേരിയിലാണ്. സമയം കിട്ടുമ്പോൾ നമ്മുടെ മക്കളെയൊക്കെ ഒന്ന് അവിടെ കൊണ്ടുപോയി കാണിക്കുക. ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള പ്രദേശങ്ങൾ നമ്മുടെ മട്ടാഞ്ചേരിയിലുണ്ട്. അതുപോലെ തന്നെ നമ്മൾ റൈറ്റിലേക്ക് നോക്കുമ്പോൾ കാണാം ഒരു പാലം കാണാം, ഗോശ്രീ 3ാമത്തെ പാലമാണ് നമ്മൾ കാണുന്നത്. അകത്തു നിന്നും വൈപ്പിലേക്ക് പോകുന്ന ഒരു പാലമാണ് ഗോശ്രീ 3ാമത്തെ പാലം. അതിന്റെ വടക്കേ അറ്റം, ഈ വൈപ്പിൻ എന്ന് പറയുന്ന ദ്വീപിന്റെ വടക്കേ അറ്റം എന്ന് പറയുന്നത് മുനമ്പമാണ്. മുനമ്പം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നല്ല പച്ചമീൻ കിട്ടുന്ന പ്രദേശം കൂടിയാണ് വൈപ്പിൻ മുനമ്പം. അവിടെ ചെന്നായി കഴിഞ്ഞാലും നല്ല പച്ചമീൻ കിട്ടുന്ന പ്രദേശമാണ്. ഇപ്പൊ നമ്മള് ഇവിടുന്ന് കിട്ടുന്ന പച്ചമീനൊക്കെ നമ്മുടെ നാട്ടിലേക്ക് എത്തുമ്പോൾ ചിലപ്പോൾ പഴുത്ത മീനായിട്ട് മാറാറുണ്ട്. അപ്പോൾ ഈ പ്രദേശത്തൊക്കെ ചെല്ലുമ്പോൾ ഒരു കാറിനൊക്കെയാണ് വരുന്നതെങ്കിൽ അവിടെ തെർമോക്കോള് ഒരു 150 രൂപയ്ക്കൊക്കെ ഒരു വലിയ തെർമോക്കോള് കിട്ടും. അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ നല്ല മത്തിയൊക്കെ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു കിലോയ്ക്ക് 20 രൂപ ആ റേഞ്ചിലാണ് വന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് കിട്ടുന്ന ആ ഒരു വില കുറച്ച് കിട്ടുന്ന സമയത്തൊക്കെ വാങ്ങിക്കൊണ്ടു പോകാൻ പറ്റുന്ന ഒരു മേഖല കൂടിയാണ് വൈപ്പിൻ. ഇതിന്റെ വടക്കേറ്റമായ മുനമ്പത്തോട് ചേർന്ന പ്രദേശത്താണ്. അവിടെയും ഒരു ദുരന്തപാതയുണ്ട്. അപ്പോൾ പണ്ട് കാലത്തൊക്കെ മുസിരീസ് പട്ടണം എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂരാണെന്നാണ് ആദ്യമൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ഒരു 2 വർഷം മുമ്പ് നമ്മുടെ വടക്കൻ പറവൂരിലെ നോർത്ത് പറവൂരില് കുട്ടികള് പട്ടണം എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. അവിടെ കുട്ടികൾ മണലൊക്കെ വാരി കളിക്കുന്നതിനിടയിൽ ചെറിയ ചെറിയ മുത്തുകൾ അതുപോലെ നാണയങ്ങളൊക്കെ കിട്ടുകയുണ്ടായി. അപ്പോൾ അങ്ങനെ അവിടെ പുരാവസ്തു ഗവേഷകർ വന്നു. അവർ വന്ന് ഡ്രഡ്ജ് ചെയ്ത സമയത്ത് പണ്ട് സ്വർണ്ണ വ്യാപാരം നടത്തിയിരുന്ന മുസ്രീസ് പട്ടണമാണെന്ന് കണ്ടെത്തി. കാരണം അന്നത്തെ വള്ളങ്ങള് അതുപോലെ കൽപ്പടവുകള്
സ്വർണ്ണ വിളക്കുകൾ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ നിന്ന് കിട്ടുകയുണ്ടായി. അതൊക്കെ ഇപ്പോൾ ബിനാലെ നടത്തി പ്രദർശിപ്പിക്കാറുണ്ട്. പറവൂരിലെ മുസ്ലിസ് ബിനാലെ എന്ന് പറഞ്ഞ് ഇപ്പോൾ അടുത്ത സമയം നടത്താൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് മുസ്ലിസ് ബിനാലെ. അവിടുന്ന് കിട്ടിയ കാര്യങ്ങളൊക്കെ തന്നെ പ്രദർശിപ്പിക്കാറുണ്ട്. അതും ഈ വൈപ്പിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. വൈപ്പിന്റെ പ്രത്യേകത, കടല് നമുക്ക് സമ്മാനിച്ച ഒരു ദ്വീപാണ് വൈപ്പിൻ. അതുപോലെ തന്നെ ഇപ്പോൾ 3 ബീച്ചുകളാണ് വൈപ്പിലുള്ളത്. പുതിയതായിട്ട് വന്ന ഒരു ബീച്ച് കുഴുപ്പള്ളി ബീച്ച്, പുതുവൈപ്പ് ബീച്ച്, കൂടാതെ ചെറായി ബീച്ച്, അങ്ങനെ 3 ബീച്ചുകളുള്ള ഒരു പ്രദേശം കൂടിയാണ്. അതുപോലെ തന്നെ ഏഷ്യയിൽ തന്നെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ ഒരു ദ്വീപ് കൂടിയാണ് വൈപ്പിൻ. അപ്പോൾ നമ്മൾ ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാം ഒരുപാട് ചീനവലകൾ. ഇത് പോർച്ചുഗീസുകാര് ചൈനയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഈ കാണുന്ന ചീനവലകൾ ഇന്ന് പോർച്ചുഗീസിലും ചൈനയിലും ചീനവലകളില്ല, അവിടെയൊക്കെ നിരോധിച്ചിരിക്കുകയാണ്. ഇത് കേരളത്തിന്, പ്രത്യേകിച്ച് കൊച്ചിക്ക് സ്വന്തമാണ്. കൊച്ചിയുടെ സൗന്ദര്യമാണ് ചീനവലകൾ. അതുപോലെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ കാണുന്നതാണ് നമ്മുടെ ഫോർട്ട് കൊച്ചി ബീച്ച്. അത് ഒരുപാട് ദൂരെയൊക്കെ നമുക്ക് നടന്നു പോകാമായിരുന്നു. അത് മഴ പെയ്യുന്നതിനനുസരിച്ച് കടലിൽ വെള്ളം കൂടി അങ്ങനെ കുറച്ചായിട്ട് തീരം അങ്ങനെ കടലെടുത്ത് കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുപോകുന്ന തീരങ്ങളൊക്കെ തന്നെ ഒരുപാട് ദൂരെയാണ് നമുക്ക് കടൽ തരുന്നത്. വടക്കോട്ടൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പൊന്നാനി, ചാവക്കാട്, കോഴിക്കോട് ഭാഗത്തൊക്കെ ആയിരിക്കും തരുന്നത്. തെക്കോട്ട് പോയി കഴിഞ്ഞാൽ ആലപ്പുഴ, കൊല്ലം ഭാഗത്തൊക്കെ ആയിരിക്കും തരുന്നത്. പക്ഷേ ഇവിടെ നിന്ന് കൊണ്ടുപോയ തീരം അതുപോലെ തന്നെ ഈ കാണുന്ന പ്രദേശത്ത് കൊണ്ടുവന്ന് വെച്ചു എന്നുള്ളതാണ്. ആ വീടുകളിരിക്കുന്ന ഭാഗം കഴിഞ്ഞ കടലായിരുന്നു. അപ്പോൾ ഈ കാണുന്ന രൂപത്തിലല്ല നമുക്ക് കടലിൽ തിരിച്ചു തന്നത്. അവിടെ നമ്മുടെ ഗവൺമെന്റ് ഒരു പദ്ധതി കൊണ്ടുവരികയാണ്. അതിനാണ് 2 ടാങ്കുകൾ നമുക്ക് അവിടെ പുറകിലായിട്ട് കാണാം. ഇവിടെ കൊണ്ടുവരുന്ന പദ്ധതിയാണ് LNG ടെർമിനൽ. അതായത് നമ്മുടെ വീട്ടിലിപ്പോൾ ഗ്യാസ് വരുന്നത് പെട്രോളിയം ഗ്യാസാണ്. അപ്പോൾ അത് സിലിണ്ടറിലാണ് വരുന്നതെങ്കിൽ ഇനി പൈപ്പ് മാർഗം നമ്മുടെ വീട്ടിലേക്ക് ഗ്യാസ് വരാൻ പോവുകയാണ്. അതിന്റെ തുടക്കം ഇവിടെ. അപ്പോൾ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ കടല് വളരെ വേവ്സൊക്കെ കൂടി, നല്ല കാറ്റൊക്കെ കൂടി, ആട്ടമുള്ള ഒരു രീതിയിലാണ് നമ്മൾ കടൽ യാത്ര നടത്തിയത്. അതിനുശേഷം ഇന്നലെയാണ് വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ നല്ല ശാന്തമായി കിടക്കുന്ന കടലാണ്. പയ്യെ ചെറിയ ആട്ടമുള്ളൂ. അതുകൊണ്ട് ഇരിക്കേണ്ട കാര്യമില്ല.